അവൾ എന്നോട് പറഞ്ഞു, നിന്നെ ഞാൻ ഒത്തിരി കഷ്ടപ്പെടുത്തി, ഒത്തിരി മോശം പറഞ്ഞിട്ടുണ്ട്, നാണം കെടുത്തിയിട്ടുണ്ട് അല്ലേ, നിൻ്റെ പിന്നെ ജോലിയുടെ ആത്മാർത്ഥത കൂടുതലും ഉണ്ടാ നിനക്ക് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ അടിയെന്നൊക്കെ പറഞ്ഞതിൽ മെയിൻ താരം അവളായിരുന്നു. അങ്ങനെ അപ്പം എന്നോട് പറഞ്ഞു സോറി ഞാൻ അങ്ങനെയൊക്കെ അന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തിപ്പോൾ പ്രശ്നം, അതൊക്കെ എൻ്റെ മനസ്സിൽ പോലും ഇല്ലല്ലോ, അതൊക്കെ ഞാൻ അന്നേ മറന്നതാ, നിങ്ങളെല്ലാവരും അങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ അതൊന്നും മനസ്സിലേക്ക് എടുത്തിട്ടില്ലടാ എന്താണെന്ന് ചോദിച്ചു. അത് അപ്പോഴാണ് ഇങ്ങനെ എന്നോട് പറഞ്ഞത്. എന്നിട്ട് പിന്നെ പറഞ്ഞു, അപ്പം ഞാൻ ചോദിച്ചു അപ്പം നീ ഇപ്പം എന്നാ എടുക്കുക. അപ്പോൾ അവൾ ഇതൊരു ട്രാവൽ ഏജൻസിയിൽ കയറി അവിടെ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു. പിന്നെ വേറെ 2-3 പിള്ളേർ, ഒരാൾ ഫ്രാങ്ക്ഫിൻ, ഞാൻ നിങ്ങളോട് ഫ്രാങ്ക്ഫിനിൽ ഞാൻ ഇൻ്റർവ്യൂവിന് പോയ കാര്യം പറഞ്ഞില്ലല്ലോ. ഞാൻ മോഡൽ ഓഫ് എയർലൈൻസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഫ്രാങ്ക്ഫിൻ ഇൻസ്റ്റിറ്റ്യൂഷനാണോ ഫ്രാങ്ക്ഫിൻ എയർലൈൻസിൻ്റെ ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അതായത് എയർ ഹോസ്റ്റസിൻ്റെ പോസ്റ്റിലേക്ക്. അപ്പോൾ ഞാൻ അന്ന് ഗ്രൗണ്ട് ഹോസ്റ്റസ് ആയിരുന്നല്ലോ. ഞങ്ങൾ പിന്നെ ട്രാഫിക് അസിസ്റ്റൻ്റ് എന്ന് പറയും, പിന്നെ എയർലൈൻ ഫീൽഡിൽ പറയുന്ന പേര് ട്രാഫിക് അസിസ്റ്റൻ്റ് ആണ്. ചിലരിങ്ങനെ പറയും ഗ്രൗണ്ട് ഹോസ്റ്റസ് എന്ന് പറയും. നമ്മൾ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ട്രാഫിക് അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ട് അവർ നമുക്ക് സർക്കുലർ തന്നായിരുന്നു, മോഡൽ ഓഫ് എയർലൈൻസിൻ്റെ. എനിക്കറിയത്തില്ല, ഓഫീസിൽ നിന്നൊരു സർക്കുലർ വന്നു, ആർക്കെങ്കിലും എയർ ഹോസ്റ്റസിൻ്റെ ട്രെയിനിങ്ങിന് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാവുന്നതാണെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ആലോചിച്ചു, പോണോ വേണ്ടെന്നൊക്കെ ആലോചിച്ചു. അപ്പം എൻ്റെ ഉദ്ദേശം എന്നാ, എനിക്ക് പുറത്തേക്ക് ആൾക്കാർ പോകുന്നുണ്ട്, അവരോട് എനിക്ക് വിസ ഒരെണ്ണം പുറത്തേക്ക് വേണമെന്ന് പറയാനുള്ളൂ. അപ്പം ഈ ഫ്ലൈറ്റിനുള്ളിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം പാസഞ്ചേഴ്സിനെയൊക്കെ കാണാം, പക്ഷേ എന്തായാലും ഫ്ലൈറ്റിനുള്ളിൽ അവരോടൊന്നും സംസാരിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. പിന്നെ അപ്പോൾ പിന്നെ എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആൾക്കാരുമായിട്ട് ഇൻട്രാക്ഷൻ അവിടെ ഇല്ല, എയർ ഹോസ്റ്റസിന് ഇൻട്രാക്ഷൻ ഇല്ല. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് വേണോ വേണ്ടോ. പിന്നെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞു പോവാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ബ്രദറിനെയും കൂട്ടി, എൻ്റെ ഇളയ ബ്രദറും ഞാനും കൂടെ ട്രിവാൻഡ്രത്ത് ഇതിൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് പോയി. അവിടെ 5 ദിവസത്തെ പ്രോഗ്രാം ആയിരുന്നു. 5 ദിവസം ബ്രദർ അവിടെ ഒരു ഹോട്ടലിൽ താമസിച്ചു. എന്നിട്ട് ഞങ്ങൾ അത് ഒരു ദിവസം ഓർമ്മയില്ല, എന്തായാലും ആ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്നാ വെച്ചാൽ അതിനകത്ത് ഞങ്ങളൊക്കെ വിന്നറായി കഴിയുന്ന ആൾക്കാർ, അതായത് ട്രെയിനിങ്ങിൽ ഓക്കെ ആവുന്നവർ എന്ത് ചെയ്യും, പൈലറ്റ് നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യും പോലും. അപ്പോൾ പൈലറ്റ് എന്തിനാ വന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നതെന്നൊന്നും എനിക്കല്ല. പണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൈറ്റിൽ പിന്നെ പൈലറ്റുമാർ രാജാക്കന്മാരാണ്. അവരെന്ത് പറയുന്നു അതൊക്കെ എയർ ഹോസ്റ്റസ് കേട്ടണം എന്നുള്ള ഒരു വെപ്പായിരുന്നു. എന്നിട്ട് ഈ പൈലറ്റ് 3-4 പൈലറ്റുമാർ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് കിട്ടിയ പൈലറ്റ് വെറും തെമ്മാടിയായിരുന്നു കേട്ടോ. അപ്പം ഇദ്ദേഹം പിന്നെ ലാസ്റ്റ് ഞാൻ എല്ലാ സെക്ഷനും ഞാൻ പാസ്സായി വന്ന് അവസാനത്തെ ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ ചെന്നപ്പം ഇയാൾ എന്നോട് പറഞ്ഞു, പിന്നെ എനിക്ക് നല്ല ഇഷ്ടമായി, ഞാൻ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ സാർ എന്ന് പറഞ്ഞു. അപ്പോൾ അയാളുടെ ഒരു വേ ഓഫ് ടോക്കിംഗ് ഒക്കെ അങ്ങ് മാറി. അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ പറയുന്നതെല്ലാം നീ അനുസരിച്ചോണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ എന്താ സാർ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അന്ന് ഇയാൾ ബോംബെക്കാരനായിരുന്നു, ഇയാൾ ഹിന്ദിയിലാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ഹിന്ദി അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ക്യോ ഐസാ ബോൾ റേ, ആപ്കാ മത്ലബ് ക്യാ ഹെ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ആ ബഹുത് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, നമ്മൾ അത്യാവശ്യം പിന്നെ എന്താ പറയുക 10-20 വയസ്സായ കൊച്ചാണല്ലോ. ഞാൻ പറഞ്ഞു സോറി എന്ന് പറഞ്ഞു. പറഞ്ഞു ഇല്ല, ഞാൻ എന്തായാലും നിന്നെ സെലക്ട് ചെയ്യും, ബട്ട് എനിക്ക് ചില ഡിമാൻഡുകളുണ്ട്, അതൊക്കെ നീ അംഗീകരിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ബയോഡേറ്റ ഉണ്ടായിരുന്നു, അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ ബയോഡേറ്റ ഞാനിങ്ങനെ കീച്ച് ചെയ്തെടുത്തിട്ട് ഞാൻ പറഞ്ഞു സോറി സാർ, ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന കുട്ടിയല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് വന്നു. ഇപ്പം ഞാൻ ഹോട്ടലിൽ അവിടെ അടുത്ത് തന്നെയായിരുന്നു. അപ്പം ബ്രദറിന് എൻ്റെ റോയ്ച്ചാൻ്റെ അടുത്ത് റോയ്ച്ചാൻ എന്നോട് ചോദിച്ചു എന്തായിന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു റോയ്ച്ചാൻ എന്നെ സെലക്ട് ചെയ്തില്ല, അത് കിട്ടുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ആണോ, ഓ നമ്മൾ കഷ്ടപ്പെട്ട് ഇവിടം വരെ, അത് കണ്ണൂരിൽ നിന്ന് ട്രിവാൻഡ്രം വരെ പോകാമെന്നുള്ളത് അന്ന് വലിയ കഷ്ടപ്പാടാണ്. ഫ്ലൈറ്റ് ഒന്നും ഇല്ല, ട്രെയിനിന് പോകണം. ട്രെയിൻ അങ്ങനെ ഓടി എത്തുന്ന ട്രെയിനൊന്നും ഇല്ലായിരുന്നു, ഒത്തിരി താമസം ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഞങ്ങൾ എന്തായാലും പോയി തിരിച്ചു വന്നു. അപ്പം ഞാനൊന്ന് ഈ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞൊന്നുമില്ല. അപ്പം അതിനകത്ത് 1-2 പിള്ളേർ, പിന്നെ സ്മിത എന്ന് പറഞ്ഞൊരു കൊച്ചുണ്ടായിരുന്നു, അവൾ അതിൽ ചേർന്നു എന്ന് പറഞ്ഞു. അവൾക്ക് കിട്ടിയ പൈലറ്റ് ചിലപ്പോൾ നല്ലതായിരിക്കും, പക്ഷേ എനിക്ക് കിട്ടിയ പൈലറ്റ് ശരിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് ജോയിൻ ചെയ്താൽ ഞാനിങ്ങ് തിരിച്ചു പോന്നു. അപ്പോൾ ഇവിടെ എന്താ മക്കൾക്ക് വരുന്നത്, അതുകൊണ്ട് അവിടെ മക്കൾക്ക് എന്താ മനസ്സിലായേ, നമ്മുടെ ലൈഫ് വെച്ചിട്ട്
ലൈഫ് മറ്റൊരാൾക്ക് അടിയറവ് വെക്കേണ്ട കാര്യമില്ല. മനസ്സിലാവുന്നുണ്ടോ മക്കൾക്ക്? നമ്മൾ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ വ്യക്തിത്വം, അതൊക്കെ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ടും എന്താ പറയുക, അതിനൊരു യാതൊരു ഓൾട്ടർനേഷനും നമുക്ക് കാണേണ്ട കാര്യമില്ല. ഇപ്പം എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് നമ്മൾക്ക് ആ ജോലി വേണം ഓക്കെ, ജോലി വേണം, പക്ഷേങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിലൂടെ പോയിട്ടൊന്നും നമുക്കൊരു ജോലിയും നമ്മൾ നേടേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികളോട് ഞാൻ പറയാണ്, നമുക്ക് നമ്മുടെ വ്യക്തിത്വം അത് എപ്പോഴും നല്ല രീതിയിൽ നമ്മൾക്കുണ്ടായിരിക്കണം. ആ പേഴ്സണാലിറ്റീനെ നമ്മൾ ആർക്കും അടിയറവ് വെക്കേണ്ട കാര്യമില്ല. ആ പോട്ടെ പുല്ലെന്ന് വെക്ക്, എന്നിട്ട് തിരിച്ചിങ്ങ് പോരുക. നമുക്ക് അതിലും നല്ലത് നമ്മുടെ ദൈവം നമുക്ക് തരും. ആ ഒരു വിശ്വാസം നമുക്കുണ്ടാവണം. എന്താ വേണ്ടേ? എനിക്ക് ഇതിലും നല്ലത് എൻ്റെ തമ്പുരാൻ തരും എന്നുള്ള വിശ്വാസത്തോടെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുക. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം എന്നിട്ട് അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, എടി അപ്പം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അവൾ ഒരു ട്രാവൽ ഏജൻസിയിൽ ജോയിൻ ചെയ്തെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓ ആണോ, അയ്യോ എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ പോകുന്ന കാര്യം പറയാനാണ്, ഞാൻ സൗദിക്ക് പോവാടി, ഞാൻ കുറേ നാളായില്ലേ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം അങ്ങനെ അപ്പം എന്നോട് ചോദിച്ചു എങ്ങനെയാണ് ശരിയായെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ചോദിച്ച് നടന്നിട്ട് തന്നെ ശരിയായെന്ന് വെറുതെ പറഞ്ഞു ഞാൻ അവളോട് കേട്ടോ. കാരണം അവൾ അന്നെന്നെ കളിയാക്കിയില്ലേ, അതെനിക്ക് ഭയങ്കര വിഷമമായി. നിനക്ക് നാണമില്ല എന്നൊക്കെ എന്നോട് ചോദിച്ചില്ലേ ആ ഫ്രണ്ടാ. അപ്പം ഞാൻ അവളോട് പറയും, ഞാനിങ്ങനെ ചോദിച്ച് നടന്നേ. അപ്പോൾ എനിക്ക് അങ്ങ് കിട്ടി, ഒരാളെ കിട്ടി. അപ്പോൾ അദ്ദേഹം എനിക്ക് വിസ തന്നു എന്നൊക്കെ ഞാൻ വെറുതെ അവളോട് മാത്രം ഞാൻ അന്നൊരു ചെറിയ കള്ളം പറഞ്ഞു. കാരണം എനിക്ക് അവളോട് ഭയങ്കര ഒരു എന്താ പറയുക, എനിക്ക് അവൾ നാണക്കേടാന്ന് പറഞ്ഞത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് പറഞ്ഞു. അല്ലാണ്ട് എൻ്റെ ചേച്ചി വഴിയാണ് എനിക്ക് ശരിയായെന്നല്ല ഞാൻ പറഞ്ഞു. അവളോട് ഞാൻ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഞാനിങ്ങനെ ചോദിച്ച് നടന്നപ്പോൾ ഒരാളെ എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റി, അദ്ദേഹം എനിക്ക് വിസ അയച്ചു തന്നു എന്ന് തന്നെ ഞാൻ പറഞ്ഞു. ഇന്ന് അവളത് കേൾക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് മനസ്സിലാവും. ഓക്കെ, എനിവേ, പക്ഷെ എനിക്ക് നിങ്ങളോട് കള്ളം പറയാൻ പറ്റത്തില്ലല്ലോ, ഞാൻ പറഞ്ഞത് ഇങ്ങനെയല്ല എന്ന്. അതുകൊണ്ട് ഞാൻ പറയാം. അപ്പം അങ്ങനെ ഞാൻ അവളോട് വിളിച്ചു പറഞ്ഞു. അവൾ പറഞ്ഞു, ആ നന്നായി കേട്ടോ, നിനക്ക് നല്ലതേ വരുള്ളടാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ എന്നോട് ചോദിക്കുകയാണ്, എനിക്ക് എന്തെങ്കിലും ചാൻസ് ഉണ്ടെന്ന് നീ പറയണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കേടാ ഞാൻ പറയാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ 10 ദിവസം കൊണ്ട് എനിക്ക് വിസ വന്നെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഞാൻ സൗദിയിലേക്ക് പോയി. സൗദിയിൽ ഫ്ലൈറ്റ്, ഇപ്പോൾ 2ാമത്തെ ഫ്ലൈറ്റ് ജേണി ആയിരുന്നു എൻ്റെ അത്. അവന് അങ്ങനെ സൗദിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഉണ്ട് അവിടെ ഒരാൾ പ്ലക്കാർഡും പിടിച്ചിട്ട് എൻ്റെ പേരും എഴുതിയിട്ട് പ്ലക്കാർഡും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ അപ്പം എന്നോട് പറഞ്ഞായിരുന്നു അങ്ങനെ ആരെങ്കിലും ഉണ്ടാവും എയർപോർട്ടിൽ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവരുടെ വണ്ടിയിൽ കയറി. അപ്പോൾ ആ വണ്ടിയുടെ ആ ഹോസ്പിറ്റലിൻ്റെ പേരൊക്കെയുള്ള വണ്ടിയായിരുന്നു, അല്ല അന്ന് കാറായിരുന്നു തോന്നുന്നു. എന്തായാലും ഞാൻ അവരുടെ കൂടെ പോയി. അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ ഞാൻ ജോയിൻ ചെയ്തു. വളരെ സന്തോഷത്തോടെ ഞാനിങ്ങനെ, അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള നെല്ലിക്കുറ്റിയിലെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സിമി എന്ന് പറഞ്ഞ അടുപ്പയിലെ സിമി ഉണ്ടായിരുന്നു അവിടെ. എനിക്കത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. അത് ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ നിന്ന് ഒരു കൊച്ചുണ്ടായിരുന്നു. അപ്പോൾ അവളെ ഞാൻ കണ്ടു, സംസാരിച്ചു. അപ്പോൾ എനിക്കൊരു ചെറിയ സമാധാനമൊക്കെ ആയി, ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എന്നുള്ളൊരിത്. അങ്ങനെ ഞാൻ അവിടെ സന്തോഷമായിട്ട് ഡ്യൂട്ടിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുവാണേ. അപ്പോൾ ഉണ്ട് ആദ്യത്തെ എൻ്റെ സാലറി കിട്ടിയപ്പോൾ ഞാൻ ആ സാലറി അങ്ങനെ തന്നെ എൻ്റെ അച്ചാച്ചിക്ക് അയച്ചു കൊടുത്തു. അച്ചാച്ചി ഭയങ്കര സന്തോഷം. അന്നിങ്ങനെ ഇതില്ല, ബാങ്ക് ട്രാൻസ്ഫറിങ് ഒന്നും അല്ല, ഗുണ്ട അയക്കുക എന്നെങ്ങാണ്ടോ പറയും. അതായത് ബ്ലാക്ക് മണി അയക്കുക. നമ്മളവിടെ സൗദിയിൽ നമ്മളവിടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ലിക്വിഡ് ക്യാഷായിട്ട് എത്തിക്കും. അതായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം ഞാനിങ്ങനെ അഡ്രസ്സും കാര്യങ്ങളും, അവിടെ ഒരു ഏജൻ്റ് ഉണ്ട്, ആ ഏജൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞു കഴിയുമ്പോൾ അവർ പൈസ ഇങ്ങനെ അയക്കും. പൈസ നമ്മുടെ വീട്ടിലെത്തിക്കും. അങ്ങനെ ഞാൻ എൻ്റെ ആദ്യത്തെ സാലറി അങ്ങനെ അയച്ചു കൊടുത്തു. പിന്നെ ഞാൻ നോക്കുമ്പോൾ കുറച്ച് നാൾ ഞാൻ പോയതിന് ശേഷം ഒരു 2-3 മാസം കൊണ്ട് തന്നെ എൻ്റെ എൻ്റെ നേരെ മൂത്ത ചേച്ചിയുടെ കല്യാണം, മൂത്ത ചേച്ചിയുടെയൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിനോട് ഇടയിൽ തന്നെ എൻ്റെ തൊട്ട് മേലെ, ഞങ്ങൾ തിക്ക് ഫ്രണ്ട്സ് ആയിരുന്നു പറഞ്ഞില്ലേ, ടെസ്റ്റ് ചേച്ചിയുടെ കല്യാണമായി. അപ്പോൾ ഞാൻ ടെസ്റ്റ് ചേച്ചിയുടെ കല്യാണം ആയപ്പോഴത്തേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ബിനി. അപ്പോൾ അവിടെ റിസപ്ഷനിൽ തന്നെയുള്ളത്. അപ്പോൾ ബിനി എനിക്ക് അവളുടെ സാലറി എനിക്ക് തന്നു. അവൾ പറഞ്ഞു, നീ എന്നാൽ പിന്നെ എൻ്റെ ഈ സാലറി എടുത്ത് അടുത്ത മാസം നിൻ്റെ സാലറി കിട്ടുമ്പോൾ നീ എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൾ എനിക്ക് ബിനി അങ്ങനെ ഒരു ഹെൽപ്പ് എനിക്ക് ബിനി ചെയ്തിട്ടുണ്ട്. ഞാൻ അവളുടെ സാലറി ആ മാസത്തെ എൻ്റെ സാലറിയും കൂടി, ചേച്ചിയുടെ കല്യാണമൊക്കെ അല്ലേ, അപ്പം ചേച്ചിക്ക് ഒത്തിരി പൈസയുടെ ആവശ്യം വരുമല്ലോ എന്ന് വിചാരിച്ച് അവളുടെ സാലറി എൻ്റെ സാലറിയും കൂടെ കൂട്ടിയിട്ട് ഞാൻ പൈസ വീട്ടിലേക്ക് അയച്ചു. അപ്പോൾ ആ പൈസ കിട്ടിയിട്ട് ആ ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞു. അപ്പോൾ അതെൻ്റെ മൂത്ത ചേച്ചിയുടെ ഹസ്ബൻഡ് ബെന്നിച്ചേട്ടനാണ് എന്നോട് പറഞ്ഞത്.
നീ പൈസ അയച്ചു കൊടുത്തതിൻ്റെ ഒരു കോൺഫിഡൻസ് പുള്ളിയുടെ മുഖത്തുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഡാലിമോള് പൈസ അയച്ചു തന്നിട്ടുണ്ട്, അതുകൊണ്ട് പൈസ ഒരു 50,000 രൂപയുടെ ഷോർട്ടേജ് അച്ചാച്ചി കാൽക്കുലേറ്റ് ചെയ്തതിനകത്ത് 50,000 രൂപയുടെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അത് വേറെ എന്താ ആവശ്യത്തിന് എൻ്റെ ഏതൊരു ബ്രദറിനെങ്ങാണ്ട് കൊടുത്തതാണ്. പക്ഷെ അത് തിരിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഭയങ്കര വിഷമമായിരുന്നു അച്ചാച്ചിക്കെന്ന് പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് ഞാൻ പൈസ അയച്ചു കൊടുത്തല്ലോ. അപ്പം ഞാൻ എന്നിട്ട് പറഞ്ഞു അത് സാരമില്ല, അച്ചാച്ചിക്ക് പൈസ കിട്ടിയല്ലോ, ഇനി മറ്റേ ബ്രദറിനോട് ആ പൈസ ചോദിക്കണ്ട. 50,000 അത് പുള്ളിയുടെ വീട് പണിക്കെങ്ങാണ്ട് വാങ്ങിച്ചതാ. പുള്ളിയുടെ വീട് എന്തോ പിന്നെ പണിയാൻ വേണ്ടിയിട്ടെങ്ങാണ്ട് എന്തോ വാങ്ങിച്ചതാ. അപ്പോൾ അതങ്ങ് പോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നിട്ട് അയച്ചു കൊടുത്താ അത് അവിടെ നിൽക്കട്ടെ. അയച്ചു കൊടുത്തപ്പോൾ അച്ചാച്ചിക്ക് ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു പുള്ളിക്ക്. പൈസയുടെ ഒരു ബുദ്ധിമുട്ടില്ല. ഒരു കല്യാണം നടത്തുമ്പോൾ അറിയാലോ, അന്നെന്ന് പറഞ്ഞാൽ ഡവറി ചോദിച്ച് വാങ്ങുന്ന ഒരു സിസ്റ്റമുള്ള സമയത്താണ് എൻ്റെയൊക്കെ കല്യാണം, എൻ്റെ ചേച്ചിയുടെയൊക്കെ കല്യാണം, ബാക്കി എല്ലാവരുടെയും കല്യാണം. ഞാൻ കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഡവറി ഒന്നും ചോദിക്കരുത് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് എത്തിയത്. അപ്പം അങ്ങനെ ഡവറി എന്ന് പറയുമ്പോൾ കുറേ പൈസയൊക്കെ നമ്മൾ കൊടുത്താലേ നമുക്ക് നല്ല ഒരു ആലോചനയൊക്കെ വരുള്ളൂ. അപ്പം ഓൾറെഡി 2 ചേച്ചിമാരുടെ കല്യാണം അച്ചാച്ചി ഓൾറെഡി നടത്തിയിട്ടിരിക്കുക. പിന്നെ 3ാമത്തെ ചേച്ചി, പിന്നെ ഞാനാണ് 4ാമത്തെ. അപ്പോൾ 3ാമത്തെ ചേച്ചിയുടെ കല്യാണത്തിനാണ് ഞാൻ ഇങ്ങനെ പൈസയൊക്കെ അയച്ചു കൊടുത്തത്. അപ്പോൾ ചേച്ചി ഭയങ്കര സന്തോഷമായി. പിന്നെ എൻ്റെ 2 വർഷക്കാലം ഞാൻ അവിടെ നിന്ന് വർക്ക് ചെയ്ത എല്ലാ പൈസയും ഞാൻ എൻ്റെ അച്ചാച്ചിക്ക് തന്നെയാണ് കൊടുത്തത്. അതെന്ന് വെച്ചാൽ ഞാൻ 2 വർഷം ആകുമ്പോഴേ അന്ന് നമുക്ക് വെക്കേഷൻ കിട്ടുള്ളൂ. ആ വെക്കേഷൻ്റെ സമയത്ത് ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ ബ്ലാങ്ക് ചെക്കിൽ സൈൻ ചെയ്തിട്ട് ഞാൻ കൊടുത്തിട്ട് പറഞ്ഞു. അപ്പോൾ അച്ചാച്ചിക്ക് വീട് പണിയണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. നമ്മുടെ വീട് ഓടിട്ട വീടായിരുന്നു. അപ്പം നല്ല വാർക്ക കെട്ടിടം പണിയണം നല്ല വലിയ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് റോഡ് സൈഡിലേക്ക് വാർക്ക കെട്ടിടം പണിയാൻ വേണ്ടിയിട്ടുള്ള പൈസയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിനെന്താ നമുക്ക് പണിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ബ്ലാങ്ക് ചെക്കിൽ സൈൻ ചെയ്തിട്ട് എൻ്റെ അച്ചാച്ചിയുടെ കയ്യിലും, പിന്നെ ഇളയ ബ്രദറാണ് ഇതെല്ലാം നോക്കി നടത്തിക്കൊണ്ടിരുന്നത്, ഇളയ ബ്രദറിൻ്റെ അടുത്തും കൊടുത്തിട്ട് ഞാൻ വന്നത്. അപ്പോൾ എനിക്ക് അച്ചാച്ചിക്ക് ഭയങ്കര സന്തോഷമായി. എന്നോട് പറഞ്ഞു ഞാൻ സ്ഥലം വിറ്റിട്ട് ഞാൻ നടത്തണമെന്ന് വിചാരിച്ചതാണ് വീട് പണി, എന്തായാലും സ്ഥലം വിൽക്കേണ്ടി വന്നില്ല എന്നൊക്കെ പറഞ്ഞു. മോക്ക് ഞാൻ ആ സ്ഥലം എഴുതി തന്നേക്കാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പോൾ ഇപ്പോൾ എഴുതി തരട്ടെ എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല അച്ചാച്ചി, സ്ഥലമൊന്നും എഴുതി എനിക്ക് തരണ്ട, ഇതിപ്പം പിന്നെ അങ്ങനെയൊന്നും കാണരുത്. അച്ചാച്ചി എന്തുമാത്രം പൈസ എനിക്ക് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട്. അന്ന് വിസയ്ക്കൊക്കെ ഒത്തിരി, അന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഞാൻ ദുബായിൽ പോയിട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു, അച്ചാച്ചി വഴക്ക് പറഞ്ഞെന്ന് ഇനി മുമ്പത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ? അപ്പോൾ ഞാൻ പറഞ്ഞു അച്ചാച്ചി എനിക്ക് വേണ്ടി കുറേ വിസയ്ക്കൊക്കെ കുറേ പൈസ ചിലവഴിച്ചതല്ലേ, അപ്പോൾ ആ ഒരു കണക്കിലാണെങ്കിലും പെടുത്തിക്കും, അതുകൊണ്ട് ഇതൊന്നും പിന്നെ എനിക്ക് തിരിച്ച് വേണ്ട, എനിക്ക് അതിൻ്റെ പേരിൽ എനിക്ക് സ്ഥലവും വേണ്ടാന്ന് പറഞ്ഞു, അതിൻ്റെ പേരിൽ എനിക്ക് സ്ഥലം വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അച്ചാച്ചി കണ്ണെല്ലാം അങ്ങോട്ട് നിറഞ്ഞു. എനിക്ക് സന്തോഷം കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല, കണ്ണെല്ലാം നിറഞ്ഞ് ഞാൻ എന്നിട്ട് അച്ചാച്ചിനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയെല്ലാം കൊടുത്തു. കണ്ണൊക്കെ നിറഞ്ഞത്തേക്ക് എനിക്കങ്ങ് വിഷമായി. അങ്ങനെ 2 വർഷം കഴിഞ്ഞ് വന്ന് പിന്നെ ഞാൻ തിരിച്ചു പോയി. എപ്പോഴും എനിക്ക് ഓർമ്മയില്ല. അതിനുശേഷം രണ്ടാമത് പിന്നെ ഓരോരോ 2 വർഷം കൂടുമ്പോഴേ വരാൻ പറ്റത്തുള്ളായിരുന്നു അന്ന്. അപ്പോൾ അങ്ങനെ ഏതോ ഒരു പ്രാവശ്യം വന്നപ്പോഴാണ് ഞാനിത് ചെയ്തത് കേട്ടോ. പിന്നീടുള്ള പൈസയെല്ലാം ഞാൻ സേവ് ചെയ്ത് വെച്ചു. എന്തിനാ? എൻ്റെ കല്യാണത്തിന് എനിക്ക് വേണ്ടതെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കണം എന്നുള്ളൊരു തീരുമാനമായിരുന്നേ. അങ്ങനെ എൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഡെവറി പിന്നീടുള്ള പൈസ മുഴുവനും ഞാൻ ഒരു അക്കൗണ്ടിൽ ഇട്ടിട്ട് വെക്കാൻ തുടങ്ങി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അച്ചാച്ചിക്ക് പൈസയൊക്കെ അയച്ചു കൊടുക്കുമായിരുന്നു എന്തെങ്കിലുമൊക്കെ അത്യാവശ്യമൊക്കെ വരുമ്പോൾ. അങ്ങനെ എന്താ പറയുക, ഒരു ഘട്ടം ഇങ്ങനെ അവിടെ സൗദിയിൽ റിസപ്ഷനിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരു സമയത്ത് അക്കൗണ്ട്സിലേക്ക് ഒരാളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അക്കൗണ്ട്സിലേക്ക് ആളെ ആവശ്യമുണ്ട്. അപ്പം അക്കൗണ്ട്സിലേക്ക് പോകുമ്പോൾ എന്ന് വെച്ചാൽ കുറേ കൂടെ നല്ല സാലറി ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങളുടെ മുദീർ സൗദിയായിരുന്നു അദ്ദേഹം. ആ മുദീർ പറഞ്ഞു പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ അക്കൗണ്ടന്റിനോട് പറഞ്ഞപ്പോൾ അക്കൗണ്ടന്റ് ഇങ്ങനെ ഞങ്ങളുടെ റിസപ്ഷനിലൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാന്ന് പറഞ്ഞു. എനിക്ക് കൗണ്ടറിൽ നിന്ന് മാറണമെന്നുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞപ്പം ഞാൻ ഓക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ എൻ്റെ ബോസ് പറയുകയാണ്, അയ്യോ ഡാലിയനെ മാറ്റരുത്, കാരണം അവൾ നന്നായിട്ട് ഹിന്ദി പറയുന്നതുകൊണ്ട് അവിടെ പാകിസ്ഥാനി പേഷ്യൻസ് ആണ് കൂടുതൽ വരുന്നത്. പാകിസ്ഥാനി പേഷ്യൻസിനൊക്കെ അവളെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു ഫിലിപ്പീനിയും കൂടിയുണ്ട്. സൗദികൾക്ക് 2 കല്യാണമൊക്കെ കഴിക്കാവേ. അപ്പോൾ ഒരു സൗദി പെണ്ണും ഒരു ഫിലിപ്പീനി വൈഫും ഉണ്ടായിരുന്നത്. പിന്നെ ഒരു പാകിസ്ഥാനിയാണോ, ഫിലിപ്പീനല്ല സോറി പാകിസ്ഥാനി വൈഫും ഉണ്ടായിരുന്നു. ഒരു പാകിസ്ഥാനി വൈഫും
ഒരു സൗദി വൈഫ്. അപ്പം ഈ പാകിസ്ഥാനികൾ അവിടെ വരുമ്പോൾ ഈ വൈഫിനോടൊക്കെ പറയുന്ന പോലും ആ കൗണ്ടറിലെ ആ കൊച്ച് നന്നായിട്ട് ഹിന്ദി പറയുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നന്നായിട്ട് ഹിന്ദി പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അല്ലേ. ആദ്യത്തെ എപ്പിസോഡിൽ ഞാൻ പറയുന്നില്ല ഞാൻ കുറേ നന്നായിട്ട് ഹിന്ദി പഠിച്ചു ഡൽഹിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കൗണ്ടറിൽ ഹിന്ദി നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു. പിന്നെ അറബി ഞാൻ അവിടെ ലാംഗ്വേജ് അറബി ഞാൻ കുത്തിയിരുന്ന് പഠിച്ചു. അതായത് എനിക്ക് എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള എൻ്റെ പേഷ്യൻസിൻ്റെ അടുത്ത് ഞാൻ എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നത്, എഷ്സ്മോ എഷ് മുഷ്കില എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കുറേ വേർഡുകളുണ്ട് നമ്മൾ ഇൻട്രാക്ട് വിത്ത് പേഷ്യൻസ്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ എഴുതി പഠിക്കാൻ തുടങ്ങി. കാരണം എനിക്ക് സംസാരിക്കണം. അപ്പോൾ ബിനിയും ഒരു ബിന്ദുവാണോ അവരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതൊക്കെ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ അവർ തന്നെ കോപ്പിയൊക്കെ എടുത്ത് തന്ന് അങ്ങനെ ഞാൻ അറബി നന്നായിട്ട് പഠിച്ചു. നമ്മൾ എന്ത് വിചാരിച്ചാലും മക്കളെ നമുക്കിപ്പോൾ അറബി പഠിക്കണോ, നമ്മൾ തീരുമാനിച്ചാൽ മതി, നമ്മൾ പഠിക്കും. അതിനുള്ള സോഴ്സസ് നമുക്കുണ്ട്. പണ്ട് ഞങ്ങൾ ഫോട്ടോ കോപ്പി എടുത്തിട്ടാണ് പഠിക്കുന്നതെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഒരു കൈവിരൽ തുമ്പിലല്ല ഉള്ളത്. നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് പഠിക്കണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം അല്ലേ. എന്തൊരു സുഖമാണ് ഇപ്പോൾ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഹിന്ദി പഠിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അല്ലേ. ടീച്ചർ ചെയ്തതിനേക്കാൾ ബുദ്ധിമുട്ടില്ലാതെ ഭയങ്കര ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ മനസ്സിലായില്ലേ. ടീച്ചർ പറഞ്ഞു തന്ന പോലെ ചെയ്യുന്ന ഒത്തിരി പിള്ളേരുണ്ട്. അപ്പോൾ ആ പിള്ളേരോട് ഞാൻ ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് ഹിന്ദിയിൽ സംസാരിക്കുന്നത്, നന്നായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് ഹിന്ദി സംസാരിക്കുന്നത്. MD3 വെൽനസ്സിലെ എല്ലാ മക്കളും ഹിന്ദിയും ഇംഗ്ലീഷും നന്നായിട്ട് സംസാരിക്കാൻ പഠിച്ചിരിക്കും. അതിനുള്ള എല്ലാ കാര്യങ്ങളും ടീച്ചർ ക്ലാസ്സിൽ തരുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്താ അപ്പോൾ എന്നിട്ട് ഞാൻ അറബി, അതായത് യാതൊരു പരിചയമില്ലാത്തൊരു ലാംഗ്വേജാണ് എനിക്ക്, മനസ്സിലാക്കണം. പക്ഷേ നമുക്ക് അവിടെ പേഷ്യൻസിനോട് സൗദി പേഷ്യൻസ് വരുമ്പോൾ ഇൻട്രാക്ട് ചെയ്യണമെങ്കിൽ വേറെ ഒരു രക്ഷയില്ല. അപ്പം ഞാൻ അതേപോലെ തന്നെ ഹിന്ദി എങ്ങനെ ഞാൻ പഠിച്ചു അതേപോലെ ഇരുന്ന് എഴുതി പിന്നെ അറബി വേർഡുകൾ പഠിച്ച് പിന്നെ ഓരോ അറബി പിള്ളേർ, എനിക്ക് എൻ്റെ ഒരു അറബി ഫ്രണ്ട് ഉണ്ട്, ഞാൻ ആ ഒരു ഫോട്ടോ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവൾ ഹിന്ദി അറിയായിരുന്നു. അവൾക്ക് ഹിന്ദി ആയിരുന്നു. അവൾ സൗദി ആയിരുന്നെങ്കിലും അവൾ പാകിസ്ഥാനി ബേസ്ഡ് എങ്ങാണ്ടും ആയിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ അവൾ എന്നെ അറബി പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു എപ്പിസോഡിനകത്ത് ഞാൻ അവളുടെ ഫോട്ടോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ആൽബത്തിനകത്ത് ഇപ്പോഴും അവളുടെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ അവളോട് ഞാൻ ഹിന്ദി സംസാരിക്കും, അവൾ എനിക്ക് അറബിയിൽ എല്ലാം പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ അവളുമായിട്ട് നല്ല കമ്പനിയായി. അങ്ങനെ ഞാൻ അറബി നന്നായിട്ട് പഠിച്ചു. ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നെങ്കിലും നന്നായിട്ട് ഞാൻ അറബി പഠിച്ചു. പേഷ്യൻസിനെയൊക്കെ പിന്നെ ഞാൻ സൗദി പേഷ്യൻസിനെയൊക്കെ നന്നായിട്ട് ഡീൽ ചെയ്യാൻ തുടങ്ങി. അവൾ പറയാം, ഓ നീ ഇപ്പം മസ്ബൂത് ഹോഗയ എന്നൊക്കെ പറയാം അവൾ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മറ്റുള്ളവരോട് ഇൻട്രാക്ട് ചെയ്യണം. ഞാൻ എൻ്റെ ക്ലാസ്സിലെ കുറച്ച് കുട്ടികളുണ്ട് ഇൻട്രാക്ഷൻ ഇല്ലാത്തവർ, ഒരു ഫ്രണ്ട്സിനോടാണേലും വലിയ ഇൻട്രാക്ഷൻ ഇല്ല, ഫ്രണ്ട്സും ഇല്ലാതെയൊക്കെ ഇരിക്കുന്നവരുണ്ട്. ഒരു 7-8 പിള്ളേരെങ്കിലും ഞാൻ അങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. മക്കളെ, നിങ്ങൾ ഈ ഫോണിനകത്ത് ഇരിക്കുന്നതുകൊണ്ട് മാത്രം നമുക്ക് സോഷ്യലായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ വരില്ല. നിങ്ങൾക്ക് ഫ്രണ്ട്സ് വേണം മക്കളെ, ഫ്രണ്ട്സ് വേണം. നല്ല ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ടീച്ചർ നോക്കിയാൽ ടീച്ചറിനെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടും ടീച്ചറിന് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എയർപോർട്ടിലാണെങ്കിലും ടീച്ചറിന് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ ടീച്ചറിനോട് എന്തെങ്കിലും ടീച്ചറിൻ്റെ സ്റ്റെപ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നവരെ ഞാൻ പതുക്കെ ഒരു ഹൈ ബൈ ബന്ധത്തിലേക്ക് മാറ്റി നിർത്തുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഫ്രണ്ട്സ് എങ്ങനെയുള്ളതാണ്. നല്ല ഫ്രണ്ട്സിനോട് കൂട്ടുകൂടാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എനിക്ക് പിന്നെയും പറയാനുള്ളത് അതേ ഉള്ളൂ. അപ്പം അങ്ങനെ ഞാൻ അവളുടെ അടുത്ത് ഞാൻ ഇത് പറഞ്ഞു വന്നത് മാറിപ്പോയി അല്ലേ. അക്കൗണ്ട്സിലേക്ക് ആളെ വേണമെന്ന് പറഞ്ഞല്ലേ. അക്കൗണ്ട്സിലേക്ക് ആളെ വേണമെന്ന് പറഞ്ഞപ്പം എന്താ സംഭവിച്ചതെന്നറിയാവോ? അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് എൻ്റെ കംപ്ലീഷൻ അല്ലാത്ത എൻ്റെ രണ്ടാമത് എനിക്ക് സങ്കടം വന്നു തോന്നുന്നു. ആദ്യത്തെ സങ്കടം എന്നായിരുന്നു, ഞാൻ എയർപോർട്ടിൽ നിന്ന് പ്രൈവറ്റ് എയർലൈനായ മൊദലുഫ്ത് എയർലൈൻസിൽ നിന്ന് ഇന്ത്യൻ എയർലൈൻസിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയില്ല. കാരണം എന്തായിരുന്നു, കൈവേനെടുത്തു. കാരണം എന്തായിരുന്നു ഞാൻ പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? കാരണം എന്തായിരുന്നു, എനിക്ക് ഡിഗ്രി ഇല്ലാത്തതുകൊണ്ടാണ് അന്ന് ഇന്ത്യൻ എയർലൈൻസിൽ നിന്ന് തന്നെ അവർ റിഫ്യൂസ് ചെയ്തത് അല്ലേ. ഡിഗ്രി വേണമായിരുന്നു മിനിമം ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഇവിടെ ഞാൻ ചെന്നു അക്കൗണ്ട്സിൽ ജോലിക്ക് പറഞ്ഞ സമയത്ത് BCom ഞാൻ സെക്കൻഡ് ഇയറേ ഉള്ളൂ. അപ്പോൾ BCom ഞാൻ പാസ്സായിട്ടുണ്ടായില്ല. എന്നോട് പറഞ്ഞു, സാറ് പറഞ്ഞു, ബോസ് അദ്ദേഹത്തോട് പറഞ്ഞു, അയ്യോ അവരെ അവിടുന്ന് മാറ്റിയാൽ ശരിയാവത്തില്ല കേട്ടോ, എനിക്കൊരു 50,000 രൂപ എനിക്ക് സാലറി കിട്ടിക്കൊണ്ടിരുന്നെങ്കിൽ അതൊരു 75,000 രൂപ ആകുമായിരുന്നു അക്കൗണ്ട്സിലേക്ക് പോയായിരുന്നെങ്കിൽ. അപ്പം
പക്ഷേ അദ്ദേഹത്തിന് മാറ്റാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞില്ല ഡാലിയനെ മാറ്റി കഴിഞ്ഞാൽ ശരിയാവത്തില്ല, ഡാലിയ നന്നായിട്ട് ഹിന്ദി പറയുന്നുണ്ട്, പല പേഷ്യൻസിനും ഡാലിയനെ ഇഷ്ടം എന്നുള്ള റിപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവരുടെ അടുത്ത് മാത്രമാണ് അവർ പോകുന്നതും. പിന്നെ ഞാൻ നിങ്ങൾക്കറിയാലോ, ഞാൻ ചിരിച്ചുകൊണ്ടേ പേഷ്യൻസിനെയൊക്കെ ഞാൻ റിസീവ് ചെയ്യാറുള്ളൂ. നല്ല കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഇത്രയും നല്ല എന്താ പറയുക, ചിരിച്ചുകൊണ്ട് അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തി ഞാനായിരിക്കും. പിന്നെ ബിനിയൊക്കെ അതായിരുന്നു കേട്ടോ. ബിനിയിൽ നിന്നാണ് ഞാൻ കുറേയൊക്കെ അങ്ങനെ പഠിച്ചത്. ബിനിയും പേഷ്യൻസിൻ്റെ അടുത്ത് നല്ല രീതിയിൽ ചിരിച്ചിട്ടൊക്കെ ചെയ്യുള്ളായിരുന്നു. അവളായിരുന്നു എൻ്റെ ഒരു ഗുരു എന്ന് പറയാം. എന്നിട്ട് പിന്നെ അക്കൗണ്ട്സിൽ കിട്ടിയില്ലല്ലോ. അപ്പോൾ എന്നോട് എന്ത് വന്നു പറഞ്ഞു, എന്നോട് അദ്ദേഹം അക്കൗണ്ടന്റ് വന്നു പറഞ്ഞു, അയ്യോ ഡാലിയ നിന്നെ സാറ് സമ്മതിച്ചില്ല, കാരണം നിനക്ക് BCom കംപ്ലീറ്റ് അല്ലല്ലോ. അങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. BCom കംപ്ലീറ്റ് അല്ലാത്തതുകൊണ്ട് നിന്നെ അക്കൗണ്ട്സിലേക്ക് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് അങ്ങനെ സങ്കടമോ വിഷമോ ഒന്നും വന്നില്ല. കാരണം ഞാൻ ഹാപ്പി ആയിരുന്നു. എനിക്ക് ഇത്രയും നല്ല സാലറി ഒക്കെ ഞാൻ അന്നപ്പം എന്താ ഞാൻ മനസ്സിലാച്ചു, ഇറ്റ്സ് ഓക്കെ, എനിക്ക് ഇത്ര നല്ല സാലറി ഒക്കെ ഉണ്ടല്ലോ, എനിക്ക് മതി. ഈശ്വരി ഇത്ര നല്ല സാലറി തന്ന തമ്പുരാനെ അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. അന്ന് എനിക്ക് കുറേയൊക്കെ എന്താ പറയുക, നന്ദി പറയാനായിട്ട് ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ അച്ചാച്ചി എന്നോട് പറഞ്ഞു എല്ലാവരോടും താങ്ക്സ് പറയണമെന്ന്. അപ്പോൾ എനിക്ക് ഈ ജോലിയൊക്കെ തന്നത് തമ്പുരാനാണെന്നുള്ളൊരു അടിയുറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്നിട്ട് ദൈവത്തോട് പറഞ്ഞു, ഇറ്റ്സ് ഓക്കെ, എനിക്ക് അതിൽ വലിയ വിഷമമൊന്നുമില്ല, ഞാൻ എന്തായാലും ഇതിൽ ഓക്കെയാണ്. ഇത്രയും സാലറി നല്ല സാലറി അല്ലേ, എൻ്റെ ഒറ്റ ഫ്രണ്ട്സിനും ഇല്ല ഇത്രയും സാലറി എന്നുള്ളത് എനിക്കറിയാം. അന്ന് ടീച്ചേഴ്സിനൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന സാലറി എനിക്ക് തോന്നുന്നത് 15,000 രൂപയും 16,000 രൂപയും കണ്ട. ഇന്നല്ലേ ഇത്രയും നല്ല സാലറിയൊക്കെ ടീച്ചേഴ്സിനൊക്കെ കൊടുത്തു തുടങ്ങി. അന്നത്തെ കാലത്ത് അത്രയൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൾ ടീച്ചറായിരുന്നു. അവൾക്ക് പോലും എൻ്റെ പകുതിയുടെ പകുതി സാലറി ഇല്ലായിരുന്നല്ലോ. പക്ഷെ ഞാൻ അത്ര പോലും, അവരാണ് BEd എല്ലാം പഠിച്ച് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഒരു ടീച്ചർ പൊസിഷൻ നേടിയത്. പക്ഷെ ഞാൻ എത്രയോ ഈസി ആയിട്ടാണ് ഞാൻ അയാട്ട എന്ന് പറഞ്ഞൊരു കോഴ്സ്, ട്രാവൽ ആൻഡ് ടൂറിസം അയാട്ടയും കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും നല്ല രീതിയിൽ എത്തിയത് അല്ലേ. എനിവേ, അപ്പം ഞാൻ അവിടെ താങ്ക്സ് പറഞ്ഞു തമ്പുരാനോട്, എനിക്ക് ഇത്രയും സാലറി ഉണ്ടല്ലോ, ഞാൻ അതിൽ ഹാപ്പിയാണ്, എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് എനിക്ക് വന്നു. ഞാൻ സന്തോഷത്തോടെ ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം പിറ്റത്തെ മാസത്തെ സാലറി വരുമ്പം എനിക്ക് സാലറി കൂട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ സാലറി കൂട്ടിയേ. അപ്പം അക്കൗണ്ടന്റ് വിളിച്ചിട്ട് പറഞ്ഞു, ഡാലിക്ക് സാലറി കൂട്ടാൻ വേണ്ടി ബോസ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആണോ, എന്താ അറിയില്ല. പിന്നെ അക്കൗണ്ട്സിലേക്ക് നിനക്ക് വരാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നല്ലോ, ആ അക്കൗണ്ട്സിൽ കൊടുക്കുന്ന സാലറി എനിക്ക് കൊടുക്കണം എന്ന് സാറ് പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞാൽ അപ്പം എനിക്ക് സന്തോഷമായി. കാരണം ആദ്യം സാലറി കിട്ടുന്നുണ്ടല്ലോ, പിന്നെ നമുക്ക് തന്നെ വേണം അല്ലേ. അപ്പോൾ എങ്ങനെയാ ടീച്ചറിന് അത്രയും സാലറി ആയതെന്നറിയാവോ? പണ്ടെപ്പോഴോ ഡൽഹിക്ക് പോകാൻ വേണ്ടി, ഞാൻ പറഞ്ഞല്ലോ, പണ്ടെപ്പോഴോ ഡൽഹിക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഹിന്ദി കുത്തിയിരുന്ന് പഠിച്ചിട്ട് ആ ഹിന്ദി എനിക്ക് എപ്പോഴാണ് ശരിക്കും ഉപകാരത്തെ കൊണ്ടേന്നറിയാവോ? അവിടെ പാകിസ്ഥാനി പേഷ്യൻസിൻ്റെ അടുത്ത് ഞാൻ ഡീൽ ചെയ്തത് കണ്ടിട്ട് എൻ്റെ ബോസ് എനിക്ക് സാലറി കൂട്ടിത്തന്നു. അതുകൊണ്ടാണ് ഞാൻ മക്കളെ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഹിന്ദി ഇംഗ്ലീഷ് ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങും. നന്നായിട്ട് ഫ്ലൂവൻ്റ് ആയിട്ട് ഹിന്ദി അറിയണം, ഫ്ലൂവൻ്റ് ആയിട്ട് പഠിക്കണം. അതിന് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ ആ വേയിലൂടെ മാത്രം നിങ്ങൾ പോയാൽ മതി. ഒന്ന് ഇംഗ്ലീഷും അതേപോലെ തന്നെ നമുക്ക് വൊക്കാബുലറി വേണം. നമുക്ക് നന്നായിട്ട് പിന്നെ വേർഡ് മീനിങ്സ്, അതിന് ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. നിങ്ങൾ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്ന വേർഡ്സിൻ്റെ മീനിങ്സ് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. നമുക്ക് സംസാരിക്കാൻ നല്ല ഇംഗ്ലീഷിൻ്റെ വേർഡുകൾ വേണം അല്ലേ. അപ്പോൾ അതിന് ടീച്ചർ അത്രയ്ക്ക് എക്സ്പേർട്ടൊന്നും അല്ല ഇംഗ്ലീഷിൽ, പക്ഷേ ഹിന്ദിയിൽ ടീച്ചർ രാജാവാണ്. അപ്പം പിന്നെ ഇംഗ്ലീഷിൽ നിങ്ങൾ രാജാവാവണം. ടീച്ചറിനില്ലാത്ത, ടീച്ചർ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്, പണ്ട് പഠിച്ചതല്ലേ, മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. അപ്പോൾ ടീച്ചറിൻ്റെ ഒരു പിന്നെ ഇംഗ്ലീഷിൻ്റെ ആ ഒരു പിന്നെ ഫ്ലുവൻസി ഇല്ലാത്തതിൻ്റെ ആ ഒരു പ്രശ്നം എൻ്റെ മക്കളായിട്ട് തീർക്കണം. ശരിയാണോ? ചെയ്യൂലേ? നന്നായിട്ട് ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യൂലേ? ടീച്ചർ എല്ലാത്തിനും പിന്നെ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാം, എങ്ങനെ ഹിന്ദി പഠിക്കാം. അപ്പം അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ പഠിച്ച ഏത് നോളജും അതുകൊണ്ട് നമുക്ക് പ്രോഗ്രസ് അല്ലാതെ നമ്മളെ ഒരിക്കലും നമുക്ക് അതുകൊണ്ടൊരു താഴ്ചയിലേക്ക് നമ്മൾ പോകത്തില്ല. ഗോട്ട് ഇറ്റ്? എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആദ്യം മുതലേ ഇത് പറയുന്നത് ഇപ്പം മനസ്സിലായോ മക്കൾക്ക്? അതായത് എൻ്റെ
ലാംഗ്വേജ് ഞാൻ നന്നായിട്ട് ഹിന്ദി പറയുന്നത് കൊണ്ട് അവിടെ പാകിസ്ഥാനി ഏരിയ ആയിരുന്നു. പാകിസ്ഥാനി ഏരിയയിലെ പേഷ്യൻസ് വരുമ്പോൾ അവരെ നന്നായിട്ട് ഹിന്ദിയിൽ തന്നെ സൗദി അറേബ്യയിൽ ഇവർക്ക് അറിയാം. പാകിസ്ഥാനികൾ മിക്കവാറും മനസ്സിലായി അവിടെ മൊത്തം ഈ പ്ലംബിംഗ് സെക്ഷനും പിന്നെ ലേബേഴ്സാണ് മൊത്തം വരുന്നത്. ഇവർ നന്നായിട്ട് പണിയെടുക്കും. അപ്പോൾ ഈ ലേബേഴ്സ് വരുന്നതുകൊണ്ട് ഇവർക്ക് അവരുടെ ലാംഗ്വേജ് അല്ലാണ്ട് ഒരു കമാന്ന അക്ഷരം വേറെ അറിയത്തില്ല. പിന്നെ അവർക്ക് കുറച്ചുകൂടെ അറിയാവുന്ന അറബിയാണ്. ഈ അറബി എൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് വല്ലതും അറിയാവോ? ആദ്യമൊന്നും എനിക്കൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ ഹിന്ദിയിൽ പറയും. പാകിസ്ഥാനികളുടെ ഡ്രസ്സ് ഇട്ട് വരുമ്പോൾ എനിക്ക് മനസ്സിലാവും ഒരു പാകിസ്ഥാനികളാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ക്യാനാമേ ഭയ്യ എന്നൊക്കെ ചോദിച്ചിട്ട് ആദ്യം തന്നെ ഹിന്ദി പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും, ഓ എനിക്ക് ഹിന്ദി അറിയാം. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാവും. അവരുടെ ലാംഗ്വേജിലാണല്ലോ ഞാൻ ചോദിക്കുന്നത്. അപ്പം അതുകൊണ്ട് ലാംഗ്വേജ് നോളജ് വളരെ ഇമ്പോർട്ടൻ്റാണ്. നിങ്ങൾക്കറിയത്തില്ലേ, ഓരോ സ്ഥലത്ത് ഇൻ്റർവ്യൂവിന് പോകുന്ന മക്കൾ അവിടെ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുമ്പിൽ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ അവരെ ഫെയിലാവും. അവരെക്കാൾ ക്വാളിഫിക്കേഷൻ കുറഞ്ഞ ആൾക്കാർ നന്നായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് നമ്മളൊരു കാര്യം ഒരു ഇൻ്റർവ്യൂ ബോർഡിലൊക്കെ നമ്മൾ നല്ല കോൺഫിഡൻറ്റോടെ നമ്മൾ പ്രസൻറ്റ് ചെയ്താൽ മാത്രമാണ് നമ്മൾ സെലക്ഷൻ ഉണ്ടാവുള്ളൂ. കുറേ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായതുകൊണ്ട് ചിലപ്പോൾ സെലക്ഷൻ ഉണ്ടായിക്കണമെന്നില്ല. പക്ഷെ ലാംഗ്വേജ് നമ്മളെ സൂപ്പർ താരങ്ങളാക്കും. മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് സൂപ്പർ താരങ്ങളാവണോ? നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങളുടെ മടിയെല്ലാം കളഞ്ഞിട്ട് നാളെ നീളെ എന്ന് വെക്കാതെ നിങ്ങൾ നന്നായിട്ട് ടീച്ചർ പറയുന്ന ഓരോ കാര്യങ്ങളും ചെയ്തു തുടങ്ങണം. ഞാൻ വീക്കിലി സ്റ്റാറിലേക്ക് എടുക്കണമെങ്കിൽ നിങ്ങൾ എഴുതുന്ന ആ വേർഡ് മീനിങ്സിൻ്റെ ഒരു ബുക്ക് ഞാൻ സെപ്പറേറ്റ് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ചോദിക്കുന്നത് വീക്കിലി സ്റ്റാറിൻ്റെ മാർക്കിലേക്ക് വരുന്നത് നിങ്ങൾക്ക് പോക്കറ്റ് മണി വേണമെങ്കിൽ, നിങ്ങൾക്ക് റിവാർഡുകൾ കിട്ടണമെങ്കിൽ. എനിക്ക് നിർബന്ധമൊന്നുമില്ല. അപ്പം ഞാൻ ചോദിക്കും. അപ്പോൾ ആ പേജ് ഇങ്ങനെ നിങ്ങൾ വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചു തരേണ്ടി വരും. പേഴ്സണലി നിങ്ങളിങ്ങനെ അയച്ചു തരണം. എന്നാലേ നിങ്ങൾ ഏതെങ്കിലും ഒരാഴ്ചയിലെ വീക്കിലി സ്റ്റാറിലേക്ക് നിങ്ങൾ വരുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം നമ്മളെവിടെ എത്തി? 26 മിനിറ്റായി. എന്നാൽ ശരി, ഞാൻ അടുത്ത പ്രാവശ്യം പറയാം.